എല്ലാവർക്കും നമസ്കാരം. HSST ഇക്കണോമിക്സിൻ്റെ വിജ്ഞാപനം വന്നു. അതിനെ തുടർന്ന് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. ആദ്യമായിട്ട് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയ ക്ലാസ്സിൽ മെത്തഡോളജി ഓഫ് ഇക്കണോമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി കൂടാതെ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നെറ്റ് സെറ്റ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും HSST ഇക്കണോമിക്സ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ തിയറീസ് ഓഫ് കൺസംഷൻ ഫംഗ്ഷനാണ്. വാട്ട് ഈസ് കൺസംഷൻ? അതിനു മുമ്പ് നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് കൺസംഷൻ? കൺസംഷൻ എന്ന് പറയുന്നത് എനി ആക്ടിവിറ്റി desired to satisfy human wants or directed to satisfy human wants. Any activity directed to satisfy human wants is known as consumption. Then what is consumption function? Consumption function is the relationship between the amount of consumption and the level of income. Level of income consumption തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് consumption function. Then consumption demand mainly depends upon the level of income and marginal propensity to consume. Consumption demand mainly depends upon the level of income and propensity to consume. Then what is average? There are two mainly discuss about propensity to consume. Marginal propensity to consume and average propensity to consume നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then what is average propensity to consume? Average propensity to consume is the ratio of consumption to income. C by APC is equal to C by Y. Then what is marginal propensity to consume? It is the rate of change in consumption due to rate of change in income. ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് കൺസംഷനിലുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ MBC അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ലൈസ് ബിറ്റ്വീൻ MBC ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് യൂണിറ്റി. 0ക്കും 1നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും MBCക്കുള്ളത്. കാരണം നമ്മൾ ഇൻകം നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ ഇൻകം നമുക്ക് ഇല്ലെങ്കിലും അറ്റ് 0 ലെവൽസ് ഓഫ് ഇൻകം വി ഓൾസോ മെയിൻറ്റെയിൻ കൺസംഷൻ ത്രൂ നമ്മൾ കടം മേടിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈവെഴുത്തിനോ ഉപയോഗിച്ച് നമ്മൾ കൺസംഷൻ നടത്തിയെന്നിരിക്കും. മാത്രമല്ല നമ്മുടെ എൻ്റയർ ഇൻകം എല്ലാം ഇപ്പോഴും നമ്മൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, കുറച്ച് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് എപ്പോഴും MBCയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. അത് നോട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് MBC എന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് യൂണിറ്റി. Then propensity to consume depends upon, or consumption depends upon mainly both subjective factors and objective factors. What are the major subjective factors? ഇതെല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചോദിക്കാം. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഏതെല്ലാമാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ടു മീറ്റ് അൺഫോർസീൻ കണ്ടിജൻസീസ്. നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില സംഭവങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഇൻകത്തിൽ നിന്നും നമ്മൾ സേവ് ചെയ്യുന്നു. ആൻഡ് ദെൻ ടു മീറ്റ് ഫ്യൂച്ചർ വാണ്ട്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ്. മാരേജ് പോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനും മാരേജുള്ള ആവശ്യങ്ങൾക്കും നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ദെൻ സേവിങ് ഈസ് എ ഹാബിറ്റ്. ചിലവർ അതൊരു ഹാബിറ്റായി കൊണ്ട് നടക്കുന്നുണ്ട്. ദെൻ ടു ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് വെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇത് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം നടത്താനായിട്ട് ചിലവർ സേവ് ചെയ്യുന്നുണ്ട്. കാരണം ചിലവർ ഷെയർ മാർക്കറ്റിലൊക്കെ കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ വാട്ട് ഈസ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ പ്രസ്റ്റീജ്. കൂടുതൽ സേവിങ് നടത്തുന്നത് ഒരു സോഷ്യൽ പ്രസ്റ്റീജാണെന്ന് കരുതുന്നവരുമുണ്ട്. സോ ദീസ് ആർ ദ മേജർ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. അതായത് ടു മീറ്റ് അൺഫോർസീൻ കണ്ടിജൻസീസ്, ടു സേവ് ഫോർ future wants, and to maintain social status, habitual formation, and to increase in investment. The next one, what are the objective factors affect the propensity to consume are changes in general price level, changes in interest rate, windfall gains and losses, then fiscal policy, stock of wealth, changes in expectations, credit condition and indebtedness. ഒന്നും കൂടി പറയാം. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ, ഫിസ്ക്കൽ പോളിസി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സ്റ്റോക്ക് ഓഫ് വെൽത്ത്, windfall gains and losses, expectations, and our credit conditions and indebted positions also. Then we will come to our main topic, consumption, theories of consumption functions.
First one, we discuss about Keynesian theory of consumption function. Keynesian theory of consumption function, also known as psychological law of consumption function or absolute income hypothesis. Keynesian consumption functionന്റെ മറ്റൊരു പേരുകളാണ് എന്താണ് psychological law of consumption or absolute income hypothesis. But the consumption depends upon, according to Keynes, consumption depends upon what? Consumption mainly depends upon the current income of the consumer. Current income of അവരുടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്, കറണ്ട് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് അക്കോർഡിംഗ് ടു സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ, ആസ് ഇൻകം ഇൻക്രീസസ് consumption also increases but less than proportionate in income or non-proportional relationship exists between consumption and income. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിന് അതേ തോതിൽ തന്നെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നാണ് കെയ്ൻസ് അവിടെ പറയുന്നത്. Then so consumption is equal to A plus B by A is autonomous consumption, that is consumption take place at zero levels of income. Consumption income level 0 ആണെന്ന് എടുക്കും. B is the slope of the consumption function or MBC. Then MBC is always less than the APC also. Due to the non-proportional relationship between consumption and income, MBC is less than APC. And then consumption function is assumed, according to Keynes, consumption function is assumed to be stable. Consumption function is assumed to be stable. But അദ്ദേഹം നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ് പറഞ്ഞത്. ഇതിനെ മറ്റ് ചില എക്കണോമിസ്റ്റുകളെല്ലാം സ്റ്റഡി ചെയ്തു. ജെയിംസ് ടോബിൻ, ആർതർ സ്മിതീസ്, സൈമൺ കുസ്നെറ്റിനെ പോലുള്ള എക്കണോമിസ്റ്റുകളെല്ലാം സ്റ്റഡി ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ജെയിംസ് ടോബിനും ആർതർ സ്മിതീസും കണ്ടുപിടിച്ചത് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോങ് റൺ റിലേഷൻഷിപ്പ് വിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ, അതായത് സ്റ്റേബിൾ അല്ല, ഇൻ ലോങ് റൺ ദർ ഈസ് എ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. കെയ്ൻസ് മെൻഷൻസ് ഓൺലി ഷോർട്ട് റൺ റിലേഷൻഷിപ്പ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് causes to proportional relationship between consumption and income? Then increase in wealth that causes upward shifting consumption. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഓഫ് വെൽത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓൾറെഡി കൺസംഷൻ അപ്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ഫാക്ടറാണ് ഇൻക്രീസിങ് ടെൻഡൻസി അർബനൈസേഷൻ. നമ്മൾ അർബനൈസേഷൻ നഗരങ്ങളിൽ താമസിക്കുന്നതോറും അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഓൾസോ കോസസ് കൺസംഷൻ കർവ് ഷിഫ്റ്റ് അപ്വേർഡ്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടൈപ്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മുടെ കയ്യിലുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പർച്ചേസ് ലക്ഷറി ഐറ്റംസ് എല്ലാം നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു. അപ്പോഴും അവിടെ നമ്മുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കാരണം നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ ഇൻകം കൂടുന്തോറും നമുക്ക് കൂടുതൽ ഐറ്റംസുകൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളവിടെ മേടിക്കുന്നു. ലക്ഷറി ഐറ്റംസ് ആണെങ്കിൽ നമ്മളവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ദിസ് ഓൾസോ കോസസ് ഇൻക്രീസ് ഇൻ കൺസംഷൻ ഓർ അപ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി കൺസംഷൻ. ദെൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഫാമിലീസ്. ഇപ്പോൾ കുട്ടികളുടെ എണ്ണമായാലും ഓൾഡ് ഏജസിൻ്റെ എണ്ണമായാലും കൂടിയാലും അവരുടെയൊക്കെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനായിട്ടും കൺസംഷൻ എക്സ്പെൻഡിച്ചർ അവിടെ കൂടുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ കോസസ് കൺസംഷൻ ഷിഫ്റ്റ് അപ്വേർഡ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ദർ എക്സിസ്റ്റ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. പറഞ്ഞതാണ് ജെയിംസ് ടോബിനും ആർതർ സ്മിതീസും. ദെൻ കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷനെ US-ലെ ചില ഫാമിലീസിൻ്റെ ബേസിസ് സ്റ്റഡി ചെയ്തപ്പോൾ കുസ്നെറ്റ് കണ്ടുപിടിച്ചതും ഇതാണ്. ദർ ഈസ് ഇൻ ലോങ് റൺ APC ഈസ് ഈക്വൽ ടു MBC ആൻഡ് ദർ ഈസ് എ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് income, and consumption is the function of C is equal to B by the marginal propensity to consume to ഇൻകത്തിനെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നും സൈമൺ കുസ്നെറ്റ് അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്കിനി കെയ്ൻസിന് ശേഷം വന്ന റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തീസിസും മറ്റേ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസിസും പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തീസിസും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസംഷൻ ഫംഗ്ഷൻ, വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസംഷൻ, then Keynes psychological law of consumption. It is also known as absolute income hypothesis. Okay, thank you.